السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് ഇന്ന് നിങ്ങളോട് സംവദിക്കാനുള്ളത് വിശ്വാസിയുടെ ശത്രു എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് വളരെ വ്യക്തമായ താക്കീത് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അവന്റെ ശത്രു ആരാണെന്ന് അല്ലാഹു തആല വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് ബോധ്യപ്പെടുത്തി തന്നു. സൂറത്ത് യാസീനിലെ 60-ാമത്തെ വചനം, അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്വാന ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. തീർച്ചയായും ആദം സന്തതികളെ, അല്ലെങ്കിൽ മനുഷ്യരെ, നിങ്ങളോട് ഞാൻ കരാറ് ചെയ്തില്ലയോ, വാഗ്ദാനം ചെയ്തില്ലയോ, ഉപദേശിച്ചില്ലയോ? പിശാച് തീർച്ചയായും നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. അവന് നിങ്ങൾ വഴിപ്പെടരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടാവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിയായ മനുഷ്യന് അവന്റെ തന്നെ സൃഷ്ടിയായ പിശാചിനെ കുറിച്ച് വളരെ വ്യക്തമായ ബോധനം നൽകിയപ്പോൾ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ കർത്തവ്യവും കടമയും അവന്റെ ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയുക എന്നുള്ളതാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ അവന്റെ പ്രതിനിധിയായി ഭൂമിയിൽ ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുകയും അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ച് അവന്റെ ആരാധനകളും അവന്റെ ഇടപാടുകളും അവന്റെ വഴിപാടുകളുമൊക്കെ കൃത്യമായി മുന്നോട്ട് പോവുകയും ചെയ്യണമെന്ന് അള്ളാഹുവിന് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തആല വ്യക്തമായ മാർഗനിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ ആരാധനാകർമ്മങ്ങളും അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശമനുസരിച്ച് മാത്രമാണ്, പ്രവാചകന്റെ ചര്യനുസരിച്ച് മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിശ്വാസിയോട് ആവശ്യപ്പെട്ടത്, നീ എന്ത് ആരാധനാകർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആത്മാർത്ഥതയോടുകൂടി ചെയ്യുകയും അത് അള്ളാഹുവിന്റെ തൃപ്തിക്കായി സമർപ്പിക്കുകയും ചെയ്യണം. നമുക്ക് അറിയാം, പിശാച് മനുഷ്യന്റെ വികാരങ്ങളെക്കാൾ ഉപരി വിശ്വാസത്തെയാണ് ചൂഷണം ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മനുഷ്യന്റെ രക്തം ഒഴുകുന്ന ധമനികളിലൂടെ അല്ലെങ്കിൽ സിരകളിലൂടെ പോലും പിശാചിന് സഞ്ചരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനോട് അവൻ വ്യക്തമായി വാഗ്ദാനം അല്ലെങ്കിൽ കരാറ് വാങ്ങിയിട്ടാണ് വന്നത്. തീർച്ചയായും ഞാൻ കഴിയുന്ന മുഴുവൻ വഴികളിലും ഇരുന്ന് നിന്റെ സൃഷ്ടികളെ വഴിപിഴപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുമെന്ന്. പക്ഷെ അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട് അവിടെ, ഇല്ലാ ഇബാദക മിൻഹ, അവൻ തന്നെ പറഞ്ഞു, ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, നിഷ്കളങ്കരായ നിന്റെ ദാസന്മാരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവിടെയാണ് നമ്മൾ അടിവരയിടേണ്ടത്. ഇഖ്ലാസോടുകൂടിയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ. മനുഷ്യൻ അവന്റെ വ്യക്തമായ ശത്രുവിനെ, പിശാചിനെ മനസ്സിലാക്കി കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ അവന്റെ മാർഗത്തിൽ യാതൊരു തടസ്സവും ഉണ്ടാകുന്നില്ല. അവന് പിന്നെ മാർഗഭ്രംശമുണ്ടാകുന്ന ഒരു വിഷയമേ അവിടെ ഉദിക്കുന്നില്ല. അതുപോലെ തന്നെ വിശ്വാസിക്ക് ഏറ്റവും പ്രധാനമായി ശത്രുക്കളായി വരാൻ സാധ്യതയുള്ളത് ഖുർആൻ നമ്മളോട് പറഞ്ഞു തന്നത്, വിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് തഗാബുനിലെ 15-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജികും വ ഔലാദികും അദുവ്വൻ ലക്കും ഫഹദറൂഹും വഇൻ തഅഫു വതസ്ഫഹു വതഗ്ഫിറു ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം ഇന്നമാ അംവാലുകും വ ഔലാദുകും ഫിത്ന വല്ലാഹു ഇൻദഹു അജ്റുൻ അലീം. നമുക്കറിയാം, നമ്മൾ ആരും ഒരുപക്ഷെ ശ്രദ്ധിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധ നൽകാതെ പോകുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട വിഷയമാണത്. നമ്മുടെ മക്കൾ എങ്ങനെയാണ് നമുക്ക് ശത്രുക്കളാവുക, നമ്മുടെ ഭാര്യമാരെങ്ങനെയാണ് നമുക്ക് ശത്രുക്കളാവുക, അത് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ്? ഈ ആയത്തിന്റെ പശ്ചാത്തലം തന്നെ അത്താ ഇബ്നു യസാർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ ഈ ആയത്ത് മദീനയിലെ ഔഫ് ബിൻ മാലിക് അൽ അശ്ജഈ എന്ന് പറയുന്ന ആളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അവതീർണമായ ഒരു ആയത്താണ്. കാരണം അദ്ദേഹം ഏറ്റവും വലിയ സമ്പന്നനും ധാരാളം സന്താനങ്ങളുള്ള ആളുമായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കുന്നതിനും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പരിശ്രമത്തിൽ പങ്കെടുക്കുന്നതിനുമൊക്കെ അദ്ദേഹത്തിന്റെ മക്കൾ തടസ്സമായിരുന്നു. പലപ്പോഴും ജിഹാദുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിന്ന് പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ മക്കൾ അദ്ദേഹത്തോട് ആവലാതി ബോധിപ്പിക്കുകയും, അങ്ങ് പോയാൽ പിന്നെ ഞങ്ങൾക്ക് ആരാണുള്ളത് എന്ന് ആവലാതി ബോധിപ്പിക്കുന്ന സന്ദർഭത്തിൽ മനസ്സലിഞ്ഞിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പരിശ്രമിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ തടഞ്ഞിരുന്നു. ആ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആളുകൾ പരാതിപ്പെട്ടപ്പോഴാണ് ജിബ്രീൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ആയത്ത് അവതരിപ്പിക്കുന്നത്.
നാം മനസ്സിലാക്കേണ്ട, നമുക്കറിയാം പല ആളുകളും സമ്പത്തും സന്താനവും കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരാണ്. ഒരുപക്ഷെ വിജയശ്രീലാളിതരായവരുണ്ട്, പരാജിതരായവരുണ്ട്. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തു. നിങ്ങളുടെ സമ്പത്തും ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളുമൊക്കെ നിങ്ങൾക്കൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ വിജയിക്കുക എന്നതാണ് സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വവും ബാധ്യതയും. അത് നിറവേറ്റുമ്പോൾ മാത്രമാണ് നമുക്ക് അള്ളാഹുവിന്റെ അടുത്ത് പരിപൂർണമായും വിജയിച്ചവരായി തിരിച്ച് മടങ്ങിയെത്താൻ സാധിക്കുക. അതുകൊണ്ട് മോമിനെ സംബന്ധിച്ചിടത്തോളം, സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഭാര്യ ഭർത്താവിന്റെ ശത്രുവായി മാറുന്ന സന്ദർഭം, മാതാപിതാക്കൾക്ക് മക്കൾ ശത്രുവായി വരുന്ന സന്ദർഭം എങ്ങനെയെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ബലഹീനമായ മനസ്സുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്നേഹം, അവരോടുള്ള കാരുണ്യവും വാത്സല്യവും സ്നേഹവായ്പകളും ഒക്കെ കൊണ്ട് പലപ്പോഴും അനുവദനീയമല്ലാത്ത പല കാര്യങ്ങളും തങ്ങളുടെ വീടുകളിലേക്ക് കൊണ്ടുവരാനും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിനും മൗനാനുവാദം നൽകുവാനും ഒക്കെ പലപ്പോഴും നിർബന്ധിതരാകുന്ന രക്ഷിതാക്കളാണ് നമ്മൾ ഇത്തരത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നാം കാണുകയും കണ്ടുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുതന്നെയാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് മുന്നറിയിപ്പ് നൽകിയത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കുന്നതിൽ നിന്ന് ലുബ്ധരായി പോകുന്നതിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ തടയാൻ പാടില്ല, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളെ തടയാൻ പാടില്ല. അള്ളാഹുവിന്റെ പരിശ്രമത്തിൽ നിങ്ങൾ ഇറങ്ങിപ്പോയി അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ആ പരിശ്രമത്തിൽ പങ്കെടുക്കുന്നതിൽ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള വിശുദ്ധമായ പോരാട്ടങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിങ്ങളുടെ ദേഹേച്ഛയും അല്ലെങ്കിൽ നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ ഭാര്യമാരും നിങ്ങളെ തടയാൻ പാടില്ല എന്നിത്യാദി കാര്യങ്ങൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മുന്നറിയിപ്പ് നൽകി. അതുകൊണ്ട് ഇത് ഭാര്യമാർ അല്ലെങ്കിൽ നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ സമ്പത്ത് നമുക്ക് ശത്രുക്കളായി വരുന്നതിനെ നമ്മൾ സൂക്ഷിക്കണം. സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ബാധ്യത, പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ തന്നെ, ഇത് നിങ്ങൾക്ക് ഒരുപക്ഷെ വിഷമമുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാം നിങ്ങളുടെ സന്താനങ്ങൾ, അതല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്നതിലേക്ക് എത്തിക്കാം, അതല്ലെങ്കിൽ നിങ്ങളെ ലുബ്ധന്മാരാക്കുന്നതിലേക്ക് എത്തിക്കാം. എങ്ങനെയെന്ന് ചോദിച്ചാൽ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾക്ക് ചിലപ്പോൾ മുൻതൂക്കം നൽകേണ്ടി വരുമ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലപ്പോൾ അല്പം ലുബ്ധ കാണിക്കേണ്ടി വരും. അത്തരത്തിൽ നിങ്ങളുടെ മക്കളുടെ വിഷയവുമായി കാണിക്കുന്ന ശുഷ്കാന്തി അള്ളാഹുവിന്റെ വിഷയങ്ങളിൽ, അല്ലെങ്കിൽ ആരാധനയുടെ വിഷയങ്ങളിൽ, സൽക്കർമ്മങ്ങളുടെ വിഷയങ്ങളിൽ നിന്നൊക്കെ പലപ്പോഴും കാണിക്കുന്നതിന് ഇവരൊരു തടസ്സമായി വരും എന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാൻ. അള്ളാഹു അതിനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ പരിശുദ്ധമായ ഖുർആനിലൂടെ, ഈ വചനങ്ങളിലൂടെ വ്യത്യസ്തമായ നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ അള്ളാഹു തആല മുന്നറിയിപ്പ് നമുക്ക് നൽകുന്നത്. സത്യവിശ്വാസികളുടെ ബാധ്യതയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ സൂക്ഷിച്ച് മുന്നോട്ട് നീങ്ങാന്നുള്ളത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വ്യക്തമായ മാർഗരേഖ വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകി. ആ മാർഗരേഖ അനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് പാരത്രികമായ ലോകം നമുക്ക് സമ്മാനിക്കുന്നത്, സ്വർഗം സമ്മാനിക്കുന്നത് അല്ലാഹു തആല. അത് ഒരുപക്ഷെ ഇവിടുത്തെ ചെറിയ ചെറിയ ത്യാഗങ്ങളുടെ ഫലമാണ്. നാം വിചാരിക്കുന്നത് പോലെ അത്രയേറെ പ്രയാസകരമായ ഒന്നല്ല ആഖിറം എന്നത്. വളരെ എളുപ്പമാണ്. അതിലേറ്റവും ആദ്യമായി ഒന്നാമത്തെ ശത്രു പിശാചാണ് എന്ന് തിരിച്ചറിയുകയും അവന്റെ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടാതിരിക്കുകയും അത് വ്യത്യസ്തമായ മാർഗങ്ങളിൽ ആ പ്രലോഭനങ്ങൾ നമ്മളിലേക്ക് എത്തും. അത് പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ത്യജിക്കുന്നതിന് നമുക്കുണ്ടാക്കുന്ന വിഷമമായിരിക്കാം അള്ളാഹുവിന്റെ മാർഗത്തിൽ, അതല്ലെങ്കിൽ നാം ഏറ്റവും അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തായിരിക്കാം, അതല്ലെങ്കിൽ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവരായിരിക്കാം. ഇതെന്തു തന്നെയായിരുന്നാലും ശരി, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവയൊന്നും തടസ്സമാകാതെ ആ തടസ്സങ്ങളെ, പ്രതിബന്ധങ്ങളെയൊക്കെ ദൂരീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അള്ളാഹുവിന്റെ യഥാർത്ഥ സത്യവിശ്വാസികൾക്കാണ് ഇരു ലോകത്തും വിജയിക്കാൻ കഴിയുക എന്ന പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം ഇത്തരുണത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ ഹദീസ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന, ഓർമ്മപ്പെടുത്തി തന്ന ഇത്തരം ഓർമ്മപ്പെടുത്തലുകളും നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി നമ്മൾ സൂക്ഷിക്കുകയും അത്തരത്തിൽ അത് നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കുകയും നമ്മുടെ കുടുംബത്തെ അതിനനുസരിച്ച് പരിശീലിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ സൽക്കർമ്മങ്ങളും പടച്ചതമ്പുരാൻ സ്വീകാര്യോഗ്യമായ നിലയിൽ നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.